ആലുംകൂടത്തിൽ ആചാര്യ പേരേതാ? അത് ഈ റോഡിനകത്ത് പോയാൽ മതി, അവിടെ വെട്ടായിരിക്കും പോയാൽ മതി. അവിടെ ഈ റോഡിനോ? ആയിക്കോട്ടെ. പോയാൽ മതി. മാനുവിന്റെ പെരപ്പണിയൊക്കെ കഴിഞ്ഞ് കുടിക്കലേ കഴിഞ്ഞാ? മാനുവിന്റെ പെരപ്പണിയോ? മാനു സുഖമില്ലാതെ കിടക്കലാണെങ്കിൽ കാലം എത്രയായി? ഓന് പറമ്പം വരെയൊക്കെ വിറ്റില്ലേ? ഓൻ നയിച്ചുണ്ടാക്കിയ മാല് മുഴുവൻ വിറ്റ്. ഇനിയിപ്പോ ഓന് ചികിത്സിക്കാൻ ഇനിയിപ്പോ എന്താ വഴി എന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചത്. അപ്പൊ എന്നാ ഞങ്ങളെ വിചാരം ഓൻ 6 മാസത്തെ ലീവ് കഴിഞ്ഞ് പോയിക്കണെന്നാണ്. ആ പോയിട്ടില്ല. പിന്നെ നമ്മൾ പോയവനെ കാണുന്നില്ല. നമ്മളൊന്നാ ആട്ടി വിട്ടു. ഓനക്ക് മാരകമായ അസുഖമാണെന്നാ പറയണ്ടേ. തന്നെ എന്താന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ അവിടെയുള്ള മുതലൊക്കെ വിറ്റ് കഴിഞ്ഞ ഒന്നുമില്ല. വനിഞ്ഞിപ്പോ വാടക താമസിക്കേണ്ട ഗതിയിലേക്കണ്. ഇപ്പൊ നിങ്ങളിപ്പോ എടുക്ക പോണ്? ഞാൻ നമ്മളെ ആചാരൊന്ന് വേണ്ടാട്ടെ. ചെക്കന്റെ കാര്യം പറയാൻ പറ്റും. ചെക്കൻ കൊറേ അതിലെ സുഖമില്ലാതെ ഇടക്കലാണെങ്കിൽ ഓന്റെ പേര് പുതിയൊക്കെ വിറ്റ് ഉന്മോണ്ട് വന്നതാണ്, വേറൊന്നും പറയണ്ട. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ചൊക്കെ നമ്മള് പഠിച്ചോളം ഓർമ്മിച്ച് നടക്കണം. അതല്ലാതെ ഞങ്ങളൊക്കെ സംഭവിക്കും. അത് സാധാരണയാണ്. നിങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങളെ പിന്നെ മാല കമ്മിറ്റിന്ന് എന്തേലും സഹായം നമുക്ക് ചെയ്തു തരും. അല്ലാതെ ഇപ്പൊ നമ്മളെ കൊണ്ടൊരു ഭാവമില്ലല്ലോ. അറിയില്ല നമ്മളെ സ്ഥിതി. നമ്മക്കിപ്പോ കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, ഞാൻ ഒരു 4 മാലിക്കൂടെ എത്തി തരാം. പിന്നെ ഒരു 2 ലക്ഷം രൂപ ഞാനും തരാം. ഇന്നെ കൂടെ അത്രയൊക്കെ പറ്റുള്ളൂ. ഓന്റെ വാപ്പേനെ ഞാൻ ഓന്റെ അഹങ്കാരം കൊണ്ട് തന്നെ വന്നത്. അപ്പൊ നമ്മള് പറഞ്ഞിരുന്നു കൊടുത്തോ തള്ളു ഇങ്ങനെ മാറാൻ പറ്റുമോ നോക്കാം. അത്രേ നമ്മൾക്കൊണ്ട് കഴിയുള്ളൂ. പിന്നെ ബാക്കിയുള്ള പഠിച്ചോടെ എത്താണ് കാര്യങ്ങളൊക്കെ. ഈ ബുദ്ധിമോശം കൊണ്ട് കുട്ടികളോട് ചെയ്യണ കാര്യമാണ് നോക്കാം. കാരണന്മാരൊരു ചെല്ലുണ്ട്. വെയിലത്ത് നിൽക്കുമ്പോ തണലിൽ കൊതിക്കും, പിന്നെ തണലിൽ നിൽക്കുമ്പോ താനെ മറക്കാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ആയിക്കോട്ടെ, സാധനം പഠിച്ചോ ആക്കട്ടെ. അല്ലാപ്പൊ എന്താ നമ്മൾ ചെയ്യാം? ചെയ്തോളാം കേട്ടാ. ഹലോ, മാനുവിനെ കൂട്ടിയതല്ലേ? അങ്ങനെ 2 ഇവിടെ വന്നാണ്. ഒരു കാര്യം പറയണ്ട്. എന്നിട്ടാ ആചാര്യത്ത് പോയിരുന്നു മാമിഡേജിന്റെ അടുത്ത്. അപ്പൊ എന്നോട് പിന്നെ പ്രസിഡന്റ് അടുത്തേക്ക് പോകാനാ നമ്മോട് പറഞ്ഞത്. എന്തിനാ നമ്മളതിന് പോണ്? ഓൻ നമ്മളവിടെ എന്തെല്ലാം അന്ന് വർത്തമാനം പറഞ്ഞ ആട്ടിയൊക്കെ വിട്ടാളേ. ഭാസ്കര, ആ വിഷയത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ആ പാവം പിടിച്ച തന്തനെ വിചാരിച്ചിട്ടാണ് നമ്മള്. ഞമ്മക്ക് എന്താ വെച്ചാ ചെയ്യാ. നമുക്ക് രണ്ടാം കൊണ്ട് സംസാരിച്ചിട്ട് എന്താ ചെയ്യാം. അങ്ങോട്ട് വാട്ടാ. എന്താ ഞാൻ പറ, ഓൻ നമ്മളന്ന് ആട്ടി വിട്ട ആളല്ലേ. അതിൽ നമുക്ക് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പൊ നമ്മള് പോനെ പോലെ ആവണ്ടല്ലോ എന്ന് ആലോചിക്കും. എന്താ അന്ന് അത്രയും സങ്കടപ്പെടുത്തിയിട്ട് ഓൻ നമ്മളെ ഇറക്കി വിട്ടത്. ഓനിപ്പോ 4 ഉറുപ്പ്യ ഉണ്ടായി നോക്കുമ്പോ നമ്മളെ കൂട്ടുകാരനൊന്നും വേണ്ട. ഇജ്ജും ഞാനും നമ്മളൊക്കെ 3 ആൾ ഒരുമിച്ച് നടന്നതാണല്ലോ. ഇജ്ജും ഞാൻ ഇപ്പോൾ ആ ബന്ധം നമ്മളെ മുന്നിൽ. ഇജ്ജെന്താ പറഞ്ഞ അതുപോലെ ഞാൻ അതാണ്. എന്താ അജറാക്ക് എന്താ പറഞ്ഞേ? അജറ പറഞ്ഞ പ്രസിഡന്റ് കാര്യമുണ്ട്, ഞാൻ അവിടെ പോയിക്കോളി. മൂപ്പര് ലെറ്ററും കാര്യങ്ങളും ചെയ്യും. നിങ്ങളെ വട്ടപ്പോലെ നിങ്ങൾ ചെയ്താളി. എന്നിട്ട് എനിക്ക് ഞാനൊരു സംഖ്യ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ 2 കൊണ്ട് വരും വേണമെന്ന് പറഞ്ഞു. അതിപ്പോൾ എൻ്റെ 10 ലക്ഷം റുപ്യേൻ്റെ മേലെ വരും അഭിപ്രായം കിട്ടി. അസുഖം മൂപ്പര വാപ്പസേക്ക് തുറന്ന് പറയണമില്ല. പിന്നെ മൂപ്പര മഹാഭാവം കുറിച്ച അതുകൊണ്ടാണ് ഇപ്പൊ ഇറങ്ങിക്കണ്ടേ തന്നെ. ഓനൊക്കെ അന്ന് പറഞ്ഞ വർത്താനം എന്താ ഓനന്ന് പറഞ്ഞ കൂത്തുന്ന വർത്താനം, പടച്ചമില്ലാത്ത വർത്താനമാണ്. പിന്നെ നമുക്ക് ആ ബന്ധാണ് മറന്നു. 2 കൊല്ലത്തിന്റെ ഇടയിൽ ഓൻ ആ ബന്ധാണ് മറന്നു. നമ്മളോട് ഓന്റെ ഹൃദയന്മാരും നമ്മളും കൂടെ ആവണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇജ്ജ് എന്താ പറയണം അതുപോലെ ഞാൻ ചിന്തിക്കും. ഇജ്ജിക്ക് ഇറങ്ങണ്ട നമ്മൾ ഇറങ്ങൂല, ഇജ്ജ് ഇറങ്ങുന്ന എന്റെ കൂടെ. സംഗതി കേട്ടെടുത്തോളേ ഓന്റെ കാര്യം മഹാപരാജയാണ്. ഇങ്ങോട്ട് കിട്ടൂല എന്നാ പറഞ്ഞേക്കുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയില് ഇങ്ങനെയാണെങ്കിൽ അത് ചെയ്യാനും പറ്റാ. അപ്പൊ നമുക്ക് ഞാൻ അറിയില്ല, നമുക്ക് ഇജ്ജ് പറയണ നമ്മൾ കൂടെ നിൽക്കും. നമ്മള് കൂടെ ഒന്ന് പോയി നോക്കാം. അല്ല നിങ്ങളിപ്പോ എന്തേപ്പോ പോന്നോ? അല്ല നിങ്ങൾക്ക് ആചാര്യ വിളിച്ചിരുന്നോ? ആചാര്യ എനിക്ക് വിളിച്ചിരുന്നോ? ഞങ്ങള് മാനുവിന്റെ കാര്യത്തിന് പോന്നതാണ്. ആചാര്യനോട് വിളിച്ച എല്ലാ കാര്യം പറഞ്ഞു. എന്താ ഞാൻ വേണ്ട കാര്യം ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പള്ളിക്കാരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തരാ. നീ ഓനക്ക് എന്താ വെച്ചാ പിരിവ കാര്യം എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മള് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും അതിന് മട്ടത്തിന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചെല്ലാം രക്ഷ പറഞ്ഞിട്ട് മാനോജി നമ്മളോട് പറഞ്ഞല്ലോ, അയാള് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്തുതരാന്ന്. ഇന്നെ കൊണ്ട് ഞാനും ചെയ്യാം. ബാക്കിയുള്ളൊക്കെ പാടെ നമുക്ക് പിരിച്ച് ഒരുപാട് സംഖ്യ വേണ്ട. ഇപ്പൊ അതിനെ അത് വേണം.
പൈസ തോനമാണെന്നാണ് പറയുന്നത്. നമുക്ക് എന്താക്കാലോ അതിന്റെ സീനും കാര്യം എന്താ വെച്ചാൽ വേണ്ട വെച്ചാൽ ഞാൻ ചെയ്തുതരാം. ആയിക്കോട്ടെ, ഒക്കെ ഞാൻ ചെയ്തുതരാം. അത് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ മാനുവിന്റെ വാപ്പോട് വരാന്ന് പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ, മൂപ്പര് ഞങ്ങക്ക് പോകുമ്പോഴും വിളിച്ചിരുന്നു, അപ്പോൾ വരാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളിപ്പോ വന്നത് മാനുവിന്റെ കാര്യം സംസാരിക്കാനേ വന്നേന്നു. ഓന്റെ ആ പിരിവിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടേ പ്രസിഡന്റിന്റെ അടുത്ത് വന്നതാണ്. അല്ല ചെക്കനിപ്പ എന്തേ പറ്റിയത്? ചെക്കന് കുറെ കാലം അതിന്റെ സുഖം ഞാൻ തുടങ്ങിയിട്ടേ ഓനക്ക് ഓന്റെ പറമ്പും കാര്യം മുഴുവൻ വിറ്റ് ഉള്ളിടത്തോളം ഉള്ള പൈസ ഒക്കെ കഴിഞ്ഞ് വലിയ ഡോക്ടർമാർക്ക് കൊണ്ട് കാട്ടി കോയമ്പത്തൂര് അവിടെയൊക്കെ ചികിത്സ ചെയ്യാൻ നല്ല പൈസ വേണ്ടേ? ഇന്റെ അടുത്ത് ഉള്ളിടത്തോളം പൈസ ചെലവഴിക്കണേ. ഇന്റെ അടുത്ത് ഒരു പൈസ ചെലവാക്കാനില്ല. അപ്പൊ എല്ലാരും പിരിവും കൂടി കിട്ടിക്കാണ്ട് അഞ്ച് നടക്കുള്ളൂ. പള്ളി കമ്മിറ്റിന്നും എല്ലാം കിട്ടിയാലേ നടക്കുള്ളൂ. അല്ലാതെ പിന്നെ അടുത്ത് ഒരു മാർഗമില്ല. പൈസ ഉള്ളപ്പോ പിന്നെ പഠിച്ചോനെ പറഞ്ഞ് ഓരോന്ന് നടത്തി പോകാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്റെ മുന്നേ നോക്കേണ്ട ഓരോന്ന്. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണ്ടല്ലേ. ഇനിയിപ്പോ എല്ലാവരും സഹായം കൊണ്ടാണ് ഇപ്പൊ ഇനിയിപ്പോ അത് ഓന് 5-8 മാസമായി ഓൻ വിജയം തരക്കൽ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ഒരു പിരിവല്ലാതെ രക്ഷയില്ല. കാരണം എന്താ വെച്ചപ്പോ ഞങ്ങക്ക് പുറത്ത് പോയി പിരിച്ചാണെങ്കിലും ഞങ്ങക്ക് നിങ്ങളൊരു സൈൻ ലെറ്റർ കിട്ടാതെ നിവർത്തില്ല. അപ്പൊ അത് നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കാണ്ട് അങ്ങനെ ആക്കി തരാണെങ്കിൽ ഇയാളെ വിചാരിച്ചിട്ടെങ്കിലും ആ കുടുംബം രക്ഷപ്പെടട്ടെ. ഞാൻ എന്താ വെച്ചാ ചെയ്തുതരാം. ഞാൻ ലെറ്റർ മേടിച്ച് അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ എന്താ വെച്ചാ അവന്റെ രോഗം മാറ്റി എവിടെ വെച്ചാ കൊണ്ടുപോയിട്ട് നമുക്ക് എന്താ അവന്റെ രോഗം മാറ്റാം. ഓന് നല്ല ആയ കാലത്ത് നടന്നപ്പോ പള്ളിക്കും വരൂല. ഓന് ഒന്നും തിരിഞ്ഞു നോക്കാതെ നടന്നതിന്റെ ആളാണ്. ഇപ്പൊ രോഗം വരുമ്പോഴാണ് എല്ലാവർക്കും എല്ലാ ബുദ്ധിമുട്ടും മനസ്സിലാവുന്നുണ്ട്. ആർക്കും ഒന്നും മനസ്സിലാവൂല. അവനാ മാണ്ട വൈക്ക് നടക്കുക, മാണ്ട ചെയ്യ. ഇപ്പൊ എന്തായി? അപ്പൊ ഞാൻ മാണ്ട മാരേ എന്താ വെച്ചാ ചെയ്തുതരാം. ലെറ്റർ ചെയ്തുതരാം. തീരെ ഞാനേ നോക്കണ ഞങ്ങളുടെ പോവാണ്. ഒന്നും വേണ്ട കേട്ടോ. എന്നായിക്കോട്ടെ. ആസ്കറ, നമ്മളെ മാനുവിന്റെ പിരിവ് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ മൊത്തം 25 ലക്ഷം റുപ്യ ആയിക്കണേ. അപ്പൊ നമുക്ക് കൊണ്ടുകൊടുക്കണേ. അന്ന് കൊണ്ടുകൊടുക്കണം കേട്ടാ. എല്ലായിടത്തും കൂടി കൂട്ടിയിട്ട് 25 റുപ്യ കിട്ടിയിട്ടുണ്ട്. അതാണ് കൊണ്ടുകൊടുക്കാൻ.